ഹായ് മക്കളെ, ഒരുപാട് കുട്ടികൾ +1 എക്സാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു പ്രധാന കാര്യം നിങ്ങളൊക്കെ മനസ്സിലുള്ളത്, സർ എൻ്റെ +1 ആകെ കൊളായിപ്പോയി, ഇനി +2 മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ, രണ്ടും കൂടെ ഒരുമിച്ചല്ലേ മാർക്ക് വരിക എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, ആൻഡ് ഇത് സയൻസുകാർക്ക് മാത്രമല്ല, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏതാണെങ്കിലും നിങ്ങളുടെ +1 പോയി കഴിഞ്ഞാലും +2 നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ +2 നിങ്ങൾ തിരിച്ചു പിടിച്ചാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ ലൈഫ് നിങ്ങൾക്ക് സെറ്റാക്കി തരാം. വിത്ത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മക്കളെ, നിങ്ങൾ +2 അല്ലെങ്കിൽ +1 ഒക്കെ മാർക്കിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താ? എന്തിനായി +1 +2 മാർക്ക്? അതിനുശേഷം നമുക്ക് നല്ലൊരു കോഴ്സിലേക്ക് കിട്ടാൻ, അൾട്ടിമേറ്റ്ലി നല്ലൊരു കരിയറിലേക്ക് എത്താൻ, ആൻഡ് അൾട്ടിമേറ്റ്ലി നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ? അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ +1 മാർക്കൊക്കെ ആകെ കുറഞ്ഞ് ജസ്റ്റ് പാസ്സൊക്കെ ആവുന്നുള്ളെങ്കിലും നിങ്ങൾ +2 കഴിഞ്ഞിട്ട് എങ്ങോട്ടൊക്കെയാണ് പോവുക? ഒരുപാട് കുട്ടികൾ പോകുന്ന ഒരു ഫീൽഡാണ് എന്ത്, നീറ്റ് എന്ന് പറയുന്നത്. നീറ്റ് എഴുതിയിട്ട് ഡോക്ടർ ആവാന്നുള്ളത്. ഏത് ഡോക്ടർ ആവട്ടോ, അതിനെന്തില്ല, +1 മാർക്കും വേണ്ട, +2 മാർക്കും വേണ്ട, എന്ത് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് +1 മാർക്ക് ഒരു വിഷയമേ അല്ല. അപ്പം നീറ്റിൻ്റെ കാര്യം സെറ്റാ. ഇനിയോ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകാൻ വേണ്ടി കുട്ടികൾ എന്ത് ചെയ്യും, ജെയും അതേപോലെ തന്നെ കീമും എഴുതും. അപ്പം ജെയുടെ കേസിൽ നിങ്ങൾക്ക് +1 മാർക്കിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല. +2 മാർക്ക് അവർ നോക്കൊന്നുമില്ലെങ്കിൽ എന്താണ്, ഈ വർഷത്തെ ജെയ്ക്ക് +2 നിങ്ങൾക്ക് 75% മാർക്ക് വേണമായിരുന്നു. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മര്യാദയ്ക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂലേ? +2 മാർക്കേ ഉള്ളൂ, +1 മാർക്ക് നോക്കൂല. ആൻഡ് അതേപോലെ തന്നെ കീം എഴുതിയിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് മാത്രമല്ല, അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, +2 മാർക്കും കൂടെ നോക്കും. ആൻഡ് ആ +2 മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അത് +2 മാത്രം മാർക്കാണ്, +1ഉം +2ഉം കമ്പൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ +1 മാർക്ക് ഒരു സ്ഥലത്തും അതിന് ഒരു പ്രസക്തിയുമില്ല. ഇനി ഒരുപാട് കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലും അതേപോലെ സയൻസിലെയും കുട്ടികൾ പോകുന്നതാണ്. ഇനി ഇതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യാത്ത വേറെ കുറേ ഇതുണ്ട്, പ്രൊഫഷണൽ കോഴ്സുകൾ. ഏത്, ഈ CA, ACCA, CMA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ. അതിലും എന്തില്ല, നിങ്ങളുടെ ഒരു മാർക്കും നോക്കൂല. സോ ഇതിൻ്റെ കാര്യം എന്താണ്, സെറ്റാണ്. പിന്നെ പോകുന്ന കുറേ കേസസ് ആണ് ഈ പാരാമെഡിക്കൽ കോഴ്സസ്. അതായത് BSc നഴ്സിംഗ്, BSc MLT, അങ്ങനത്തെ കുറേ പാരാമെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് വേണേൽ നമുക്ക് പറയാം. അപ്പോൾ അതിലൊന്നും എന്നല്ല, അതായത് ഈ വർഷം വരെ അതിൻ്റെ അഡ്മിഷൻ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ അതിനാകെ വേണ്ടത് നിങ്ങളുടെ +2 നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട് എന്ന് മാത്രമാണ്. +1 മാർക്കിനെ കുറിച്ച് ഒരു സ്ഥലത്തും ചോദിക്കുന്നില്ല. പക്ഷേ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് മിക്കവാറും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ടാവും. എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിലും ഒരു കാര്യം 100% ഉറപ്പാണ്, +1 മാർക്ക് അവിടെ എന്തില്ല, ഒരു പ്രസക്തിയുമില്ല. ഓക്കെ, ഇനി അടുത്തത് ആകെ നിങ്ങൾക്ക് പ്രശ്നം വരാൻ പോകുന്നത് ഡിഗ്രി കോഴ്സ്. അതായത് നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ നിങ്ങൾക്ക് BSc ഫിസിക്സ് പഠിക്കണം, അല്ലെ BA ഹിസ്റ്ററി പഠിക്കണം, അല്ലെ BCom പഠിക്കണം, BBA പഠിക്കണം, BSc കെമിസ്ട്രി പഠിക്കണം, BA മലയാളം പഠിക്കണം, BA ഹ്യൂമാനിറ്റീസ് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉള്ള അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ +1ലെയും +2ലെയും മാർക്ക് കമ്പൈൻ ചെയ്തിട്ട് 1200 നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എന്താണ്, നിങ്ങൾക്ക് പണി കിട്ടും. +1 നിങ്ങൾക്ക് എന്താണ് 520 ഒരു 250 മാർക്ക് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് കോളേജിലൊന്നും കിട്ടൂല സാർ. അപ്പം അതൊരു പ്രശ്നമല്ലേ, കൂടുതൽ കുട്ടികളും ഇതിലല്ലേ പോവാ. അവിടെയാണ് എന്തുള്ളത്, നിങ്ങളുടെ രക്ഷകനായിട്ട് വരുന്നത് ആര്, നമ്മുടെ CUET എക്സാം. അതായത് നിങ്ങൾ എന്തിനാ കേരളത്തിലെ കോളേജുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിന്റെ പുറത്ത് ഇന്ത്യയിലെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഇതേ കോഴ്സ് പഠിക്കാൻ പറ്റും. അതായത് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത് ഏതാണെന്ന് എനിക്കറിയില്ല, അത് ഏതാണെങ്കിലും അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിലും, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNUവിൽ പഠിക്കുകയാണെങ്കിലും, പോണ്ടിച്ചേരി പഠിക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇമ്പാക്റ്റ്. ആൻഡ് ഈ CUET എന്ന് പറയുന്നത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എൻട്രൻസ് എക്സാമാണ്. ആ എൻട്രൻസ് എക്സാമിൽ നിങ്ങളുടെ +1 +2 മാർക്ക് പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്തും കൂടെ ഉണ്ട്, അത് +2 മാർക്കും +2 മാത്രം ബേസ് ചെയ്തിട്ടുള്ള എക്സാമാണ്. +2 മാത്രമാണ് CUETയുടെ സിലബസ്. സോ ഒരു BSc ഫിസിക്സോ BSc സൈക്കോളജിയോ അല്ലെ BA ഹിസ്റ്ററിയോ BCom ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ CUET സ്വപ്നം കാണാം. CUET എഴുതി ക്ലിയർ ആണെന്ന് നോക്കാം, +2 ടോപ്പിക്ക് മാത്രമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ +1 മാർക്ക് കുറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കാര്യമായിട്ട് ഒന്നും സംഭവിക്കില്ല. ഒരു കാര്യം കൂടെ ഉറപ്പുവരുത്തിയാൽ,
+2 നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ. അതായത് മക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നീറ്റിനും ജെയ്ക്കും കീമിനും ഒക്കെ എന്തുണ്ട് +1 ടോപ്പിക്കും കൂടെ ചോദിക്കും, +1 മാർക്ക് വരയ്ക്കും. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ +2 നന്നായി പഠിച്ചിട്ട് എന്ത് ചെയ്യണം, അടുത്ത +2 കഴിഞ്ഞുള്ള വെക്കേഷനിലൊക്കെ ആ +1 ടോപ്പിക്കുകളും പഠിക്കണം. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം, നീറ്റ് കിട്ടുന്ന ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ഭൂരിഭാഗം കുട്ടികളുടെ ഒരു ട്രെയിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും, ചിലപ്പോൾ +1 കുറച്ച് ഉഴപ്പിക്കണം, ചിലപ്പോൾ +1 നന്നായി പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ എല്ലാ കുട്ടികളും അത് റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് അല്ലെങ്കിൽ JEE കിട്ടിയ എല്ലാ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ +2 തകർത്ത് പഠിച്ചിട്ടുണ്ട്. അതായത് +2 ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് അവരുടെ ഏറ്റവും പീക്കിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, മാർച്ചിൽ അവരെ +2 എക്സാം കഴിയാൻ പോകുന്നത്. അതിനുശേഷം മാക്സിമം അവർ +1 കൂടെ നോക്കിയിട്ട് ചിലപ്പോൾ എന്തായിരിക്കും 720 500 മാർക്കൊക്കെ അവർ കിട്ടുക. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ എന്ത് ചെയ്യും, അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യുമ്പം അവർ ഈ ഒരു വർഷം എടുത്ത എഫേർട്ട് വഴി അവരായ ആ ട്രാക്ക് വഴി അവരുടെ മാക്സിമത്തിൽ അവരെത്തിയ ആ ഒരൊറ്റ കാരണത്താൽ അവരുടെ നീറ്റ് റിപ്പീറ്റ് അല്ലെ JEE റിപ്പീറ്റ് ഭയങ്കര കൂളായിരിക്കും. എന്ന് മാത്രമല്ല അടുത്ത വർഷം അവർ കേരളത്തിലെ ടോപ്പ് മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലും അവർക്ക് അഡ്മിഷൻ കിട്ടാറുണ്ട്. സോ മക്കളെ, ഒന്നും നഷ്ടമായിട്ടില്ല. +2 നിങ്ങൾ തിരിച്ചു പിടിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ആൻഡ് അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിലോ കാര്യങ്ങൾക്കോ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഈ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ നമ്പർ തരാം. അതിലെന്ത് ചെയ്യാൻ മതി, നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. ആൻഡ് ലാസ്റ്റ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും, ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന മുഴുവൻ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.